Hi friends, welcome to Once. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കേരള PSCയുടെ ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക്സിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷം 2022 ലാസ്റ്റ് എക്സാം നടന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ ഇവിടെയുണ്ട്. അതിൽ നമ്മളൊരു 5 പാർട്ട് ക്വസ്റ്റ്യൻസ് 5 പാർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത്രയും സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 6 ആണ്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസ് ചെയ്തിരിക്കുന്നത് മൊഡ്യൂൾ 9നെയും മൊഡ്യൂൾ 10നെയും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിലുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 9 എന്താ, മൊഡ്യൂൾ 10 എന്താ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കുക. മൊഡ്യൂൾ 9 എന്ന് പറയുന്നത് സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. അതിൻ്റെ അകത്ത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മൊഡ്യൂൾ 10 എന്ന് പറയുന്നത് SMPS, ഇൻവേർട്ടേഴ്സ്, UPS, സോളാർ പവർ, ഇത്രയും ഭാഗത്തിന് ബേസ് ചെയ്തിട്ടുള്ള 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 10 എന്ന് ചോദിക്കുന്നത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടോട്ടലി നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 81 തൊട്ടുള്ള ക്വസ്റ്റ്യൻസ്, 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടു ഇറ്റ്സ് കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ? അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്ന ഡിവൈസിനെ എന്താണ് പറയുക? നമുക്കറിയാം, ആംപ്ലിഫയർ അല്ല, മോഡുലേറ്റർ അല്ല, ഓസിലേറ്റർ അല്ല. ആ ഡിവൈസ് എന്ന് പറയുന്നത് ട്രാൻസ്ഡ്യൂസറാണ്. ട്രാൻസ്ഡ്യൂസറാണ് ആക്ച്വലി ഒരു ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോം ഓഫ് എനർജിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസിനെ ജനറലി വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഡ്യൂസർ. ആക്ച്വലി ദിസ് മൈക്ക് ഈസ് എ ട്രാൻസ്ഡ്യൂസർ. എങ്ങനെയാണ് ട്രാൻസ്ഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ഓഡിയോ സിഗ്നലിനെ ക്യാപ്ചർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് എന്ത്, മൈക്ക്. അപ്പോൾ അതുകൊണ്ട് മൈക്കിനെ നമുക്ക് എന്ത് പറയാം? ട്രാൻസ്ഡ്യൂസർ എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി ഹിയർ ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. മൈക്കിൻ്റെ കേസിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താ? നമ്മുടെ സൗണ്ട്. ഓക്കെ, അതിനെ കറസ്പോണ്ടിങ് ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുന്ന ആൾക്കാരെ നമ്മൾ പറയുന്നത് എന്താണ്? ട്രാൻസ്ഡ്യൂസർ എന്നാണ് പറയാം. നെക്സ്റ്റ്, വിച്ച് സെൻസർ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് ഒബ്ജക്ട് വിത്തൗട്ട് എനി ഫിസിക്കൽ കോണ്ടാക്ട്? ഫിസിക്കലി കോണ്ടാക്ട് ചെയ്യാതെ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്ന, സെൻസ് ചെയ്യുന്ന സെൻസറിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പ്രോക്സിമിറ്റി സെൻസർ എന്നാണ്. ഓക്കെ, നമ്മുടെ ഫോണിലൊക്കെ പ്രോക്സിമിറ്റി സെൻസേഴ്സ് ഉണ്ട്. നമ്മൾ ചെവിയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ തന്നെ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഓഫ് ആവുന്നത് നമുക്ക് കാണാം. ആക്ച്വലി അത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പ്രോക്സിമിറ്റി കോൺടാക്റ്റിൽ എത്തുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? അത് സെൻസ് ചെയ്തിട്ട് അതിന് വേണ്ടുന്ന ആക്ഷൻസ് എടുക്കും. ആ സെൻസേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോക്സിമിറ്റി സെൻസേഴ്സ് എന്ന് പറയാം. ഇതിൽ ബാക്കിയുള്ള ഡിവൈസുകൾ ഏത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും സ്ട്രെയിൻ ഗേജ് ആണെങ്കിലും LVDT ആണെങ്കിലും ലോഡ് സെൽ ആണെങ്കിലും എല്ലാം ഫിസിക്കലി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിൻ്റെ അകത്ത് സെൻസിങ് നടക്കുള്ളൂ. ഓക്കെ, അതിൽ LVDT എന്ന് പറയുന്നത് ലീനിയർലി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ആണ്. അതും ഈ റെക്റ്റിലീനിയർ മോഷനെ ഡിറ്റക്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ്ങിലി സിഗ്നൽസ് ഉണ്ടാക്കുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ് LVDT എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്കലി കോണ്ടാക്ട് ഇല്ലാതെ തന്നെ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ടൈപ്പുള്ള സെൻസേഴ്സ് ഏതാണെന്നാണ്. അത് പ്രോക്സിമിറ്റി സെൻസറാണ്. നെക്സ്റ്റ്, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഫോഴ്സ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ? ഫോഴ്സിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റുന്നത് ഏതാണെന്നാണ്. തെർമോകപ്പിളും തെർമിസ്റ്ററും നമുക്കറിയാം ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ടെമ്പറേച്ചർ ഡിഫറൻസിൽ ഇലക്ട്രിക് സിഗ്നലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് തെർമോകപ്പിളും തെർമിസ്റ്ററും. അപ്പോൾ അത് 2 ഓപ്ഷനായിട്ട് വരില്ല. LVDT ഞാൻ പറഞ്ഞു, ലീനിയർലി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ലെക്ടിലീനിയർ മോഷനെ മാറ്റുന്ന ആളാണ്. പക്ഷേ ഇവിടെ അതല്ലാത്തൊരാളുണ്ട്, ലോഡ് സെൽ. ലോഡ് സെൽ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെക്കാനിക്കൽ ഫോഴ്സിനെ എടുത്തിട്ട് എങ്ങോട്ടേക്ക് മാറ്റും? ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യും. വെയിങ് സിസ്റ്റത്തിലൊക്കെ സാധാരണ ലോഡ് സെൽ ഉപയോഗിക്കാറുണ്ട്. ഈ ഫോഴ്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? അത് കറസ്പോണ്ടിങ് ഇലക്ട്രിക് സിഗ്നലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഉപയോഗിക്കാം? ലോഡ് സെല്ലിനെയാണ് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ദ സ്മോളസ്റ്റ് ചേഞ്ച് വിച്ച് എ സെൻസർ ക്യാൻ ഡിറ്റക്ട്? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. അതിന് നമ്മൾ റെസല്യൂഷൻ എന്നാണ് പറയാം. റെസല്യൂഷൻ ഈസ് ദ സ്മോളസ്റ്റ് ചേഞ്ച് വിച്ച് എ സെൻസർ ക്യാൻ ഡിറ്റക്ട്. ഓക്കെ, നെക്സ്റ്റ്, RTD ട്രാൻസ്ഫർ. അതും കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RTD എന്ന് പറയുന്നത്. ഓക്കെ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ സ്റ്റാൻഡ്സ് ഫോർ RTD. വിച്ച് സ്റ്റാറ്റിക് ഡിവൈസ് കൺവേർട്സ് ഫിക്സ്ഡ് DC ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ടു വേരിയബിൾ DC ഔട്ട്പുട്ട്? അതിൽ DC ടു DC കൺവേർട്ടർ ആയിട്ട് അതിൽ വരുന്നത് DC ചോപ്പറാണ്. ഓക്കെ, DC ചോപ്പറാണ് എന്ത് ചെയ്യുന്നത്? ഫിക്സഡ് ഇൻപുട്ട് വോൾട്ടേജിനെ വേരിയബിൾ ഔട്ട്പുട്ട്, അതായത് ഫിക്സഡ് DCനെ വേരിയബിൾ DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾ ഏതാണ്? DC ചോപ്പർ.
നെക്സ്റ്റ് വിച്ച് പവർ ഇലക്ട്രോണിക് ഡിവൈസ് ഈസ് യൂസ്ഡ് ഫോർ സ്വിച്ചിങ് പർപ്പസ് ഇൻ കമ്പ്യൂട്ടർ SMPS? സ്വിച്ചിങ്ങിന് നമുക്കറിയാം ഏറ്റവും ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യുന്ന ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? മോസ്ഫെറ്റിന്റെ ഏറ്റവും വലിയ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹയസ്റ്റ് സ്വിച്ചിങ് സ്പീഡ്. അപ്പോൾ ഇവിടെ പവർ മോസ്ഫെറ്റുകളാണ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? സ്വിച്ചിങ് പർപ്പസിന് വേണ്ടി. കമ്പ്യൂട്ടറിൽ SMPSൽ സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പവർ ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എന്ത്? പവർ മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, what is the advantage of online UPS over offline UPS? ഓൺലൈൻ യു പി എസിന് ഓഫ്ലൈൻ യു പി എസിൻ്റെ മുകളിലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ്. ആക്ച്വലി ഈ രണ്ട് ടൈപ്പ് യു പി എസുകളും എന്തിനു വേണ്ടിയിട്ടാണ് യു പി എസുകൾ അൺഇൻറ്ററപ്റ്റഡ് പവർ സപ്ലൈസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് പവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് യു പി എസുകൾ ഉപയോഗിക്കുന്നത്. അതിൽ ഓൺലൈൻ യു പി എസും ഓഫ്ലൈൻ യു പി എസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഓഫ്ലൈൻ യു പി എസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓഫ്ലൈൻ യു പി എസ് നമ്മുടെ സപ്ലൈയിൽ നിന്ന് ഓൾറെഡി നമുക്ക് സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഉള്ള സമയത്ത് ആ കറണ്ട് ഉപയോഗിച്ചിട്ട് ഓഫ്ലൈൻ യു പി എസ് എന്ത് ചെയ്യും? അതിൻ്റെ അകത്തുള്ള ബാറ്ററീസ് ചാർജ് ചെയ്ത് വെക്കും. കറണ്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട്, അതായത് ഓൾറെഡി ഡയറക്റ്റ് ആയിട്ടുള്ള സപ്ലൈ സ്വിച്ച് ചെയ്തിട്ട് ഈ ബാറ്ററിയിൽ നിന്ന് പവർ എടുത്തിട്ട് എങ്ങോട്ടേക്ക് കൊടുക്കും? നമ്മളെ ഹൗസ് ഹോൾഡ് സപ്ലൈസിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഓഫ്ലൈൻ യു പി എസ് യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് പോയി, ആ പോയ മൊമെന്റ് മുതൽ നമ്മളെ ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുത്ത് ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്നത് വരെയുള്ള ഒരു ഡിലേ ഉണ്ടാവും. കാരണം അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡയറക്റ്റ് കറണ്ട് സപ്ലൈയിൽ നിന്ന് കട്ടായിട്ട് ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അവിടെ എന്തുണ്ട്? ഒരു സ്വിച്ചിങ് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആക്ച്വലി ഓൺലൈൻ യു പി എസിൽ ഉണ്ടാവില്ല. കാരണം എന്താ? ഓൺലൈൻ യു പി എസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മുടെ പവർ സപ്ലൈ ഏതിലേക്ക് കണക്റ്റഡ് ആയിരിക്കും? ഓൺലൈൻ യു പി എസിൻ്റെ ബാറ്ററിയിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. ആ ബാറ്ററിയിൽ നിന്നായിരിക്കും എപ്പോഴും ഹൗസ് ഹോൾഡ് സപ്ലൈസിലേക്ക് പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഉള്ള സമയത്തും കറണ്ട് ഇല്ലാത്ത സമയത്തും ത്രൂ ബാറ്ററിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഈ സപ്ലൈ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കറണ്ട് പോയി കഴിഞ്ഞാലും ആ സപ്ലൈക്ക് മുടക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓൺലൈൻ യു പി എസിനുള്ള ഗുണം എന്താ? സ്വിച്ചിങ് പ്രോബ്ലം അല്ലെങ്കിൽ ട്രാൻസിഷൻ പ്രോബ്ലംസ് ഉണ്ടാവില്ല. കാരണം ട്രാൻസിഷൻ ഡിലേ ഉണ്ടാവില്ല. പെട്ടെന്ന് സ്വിച്ച് ചെയ്ത് കിട്ടും. ആക്ച്വലി സ്വിച്ചിങ്ങിൻ്റെ ആവശ്യമില്ല, അത് കണ്ടിന്യൂസ്ലി പവർ കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഹൈലി സെൻസിറ്റീവ് ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓഫ്ലൈൻ യു പി എസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്. കാരണം കറണ്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ചെറിയൊരു സ്വിച്ചിങ് ഡിലേയിൽ തന്നെ ചിലപ്പം ആ സെൻസിറ്റീവ് ഡിവൈസുകൾ ഓഫ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ദ അഡ്വാൻറ്റേജ് ഓഫ് ഓൺലൈൻ യു പി എസ് ഈസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ചേഞ്ച് ഓവർ ആൻഡ് ഡിസ്റ്റോർഷൻ പ്രോബ്ലം. ചേഞ്ച് ഓവർ ആൻഡ് ട്രാൻസിഷൻ പ്രോബ്ലംസ് എന്നുള്ള ഏറ്റവും വലിയ അതാണ് ഓഫ്ലൈൻ യു പി എസ് സഫർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം അത് ട്രാൻസിഷൻ സ്വിച്ചിങ് നടക്കാൻ കുറച്ച് സമയം ആവശ്യമായിട്ട് വരും. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻ ഇൻവേർട്ടർ? അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ യു പി എസ് സിസ്റ്റത്തിലൊക്കെ എന്താ ചെയ്യുന്നത്? മെയിനായിട്ട് വരുന്ന AC, ഹൗസ് ഹോൾഡ് ACൻ്റെ അകത്തുനിന്ന് ബാറ്ററി ചാർജ് ചെയ്ത് വെക്കും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ACനെ DC ആക്കി കൺവേർട്ട് ചെയ്തിട്ട് വേണം ബാറ്ററി ചാർജ് ചെയ്യാൻ. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ACനെ DC ആക്കാൻ വേണ്ടിയിട്ട് റെക്ടിഫയേഴ്സ് യൂസ് ചെയ്യും. ഈ സ്റ്റോർ ചെയ്ത് വെച്ച DC പവറിനെ വീണ്ടും നമ്മൾ ഹൗസ് ഹോൾഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഹൗസ് ഹോൾഡ് സപ്ലൈ എപ്പോഴും AC ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ DCനെ സ്റ്റോർ ചെയ്ത് വെച്ച DCനെ AC ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്? ഇൻവേർട്ടറിന് യൂസ് ചെയ്യുന്നത്. സോ ഇൻവേർട്ടർ കൺവേർട്സ് DC voltages into AC voltages. Okay, so here option C is the answer. Next, which type of solar voltaic electric system is designed to operate in parallel and interconnected with electric utility grid? അതെന്ന് പറഞ്ഞത് ഗ്രിഡ് ടൈഡ് സിസ്റ്റം ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ സെഷനിൽ കവർ ചെയ്യുന്നത്. മൊഡ്യൂൾ 9 10 ക്വസ്റ്റ്യൻസ് ആണ്. ഇനി പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.